വിമർശനം ഉന്നയിക്കുകയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. PR ഏജൻസി വിവാദവും സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയവും ഉയർത്തിക്കാട്ടിയാണ് സുരേന്ദ്രൻ പ്രതികരിക്കുന്നത്. പാർട്ടി സെക്രട്ടറി M.V. ഗോവിന്ദനെതിരെയും അദ്ദേഹം പ്രതികരിക്കുകയാണ്. സംസ്ഥാനത്ത് ഔദ്യോഗിക പദവികളുടെ മറവിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നുണ്ടെന്നാണ് സുരേന്ദ്രൻ ഉയർത്തിക്കാട്ടുന്ന പ്രധാന വിഷയം. മുഖ്യമന്ത്രിക്കെതിരെയും മറ്റും ഗുരുതര ആരോപണങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. കരിപ്പൂരിൽ സ്വർണ്ണക്കടത്ത് നടന്നുവെന്ന് അൻവർ MLA ഉന്നയിക്കുന്നുണ്ട്. അതേ വിഷയം കരിപ്പൂരിൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. ഇത്തരം ആരോപണങ്ങൾ PV അൻവർ ഉന്നയിച്ചിട്ടും അൻവറിനെതിരെ അപകീർത്തി കേസ് കൊടുക്കാതെ മുഖ്യമന്ത്രി ഒത്തുതീർപ്പിന് ശ്രമിച്ചുവെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ഏറ്റവും കൂടുതൽ ഹവാല, ലഹരിക്കടത്ത് എന്നിവ നടക്കുന്നത് കേരളത്തിലാണ്. അൻവർ കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോഴും കള്ളക്കടത്തുകാരനാണെങ്കിൽ അൻവറിന് എന്തിന് 2 തവണ സീറ്റ് കൊടുത്തു എന്നും സുരേന്ദ്രൻ ചോദിക്കുന്നു. വ്യാജനിർമ്മിതിയുടെ ആൾരൂപമാണ് മുഖ്യമന്ത്രിയെന്നും സുരേന്ദ്രൻ പറയുന്നു. ഹിന്ദു പത്രത്തിന്റെ അഭിമുഖം ഏറെ വിവാദമായതാണ്. ഹിന്ദു പത്രത്തിന്റെ പേര് ഹിന്ദുവെന്നാണെങ്കിലും പത്രം ആന്റി ഹിന്ദുവാണ്. അഭിമുഖം നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി അറിയാതെ ഒരാൾ മുറിയിൽ കയറിയെന്നാണ് ന്യായീകരണം. ഇവർ മുഖ്യമന്ത്രിക്കൊപ്പമാണ് മുറിയിൽ പോയത് എന്നതിന് തെളിവുകളുണ്ട്. എന്നിട്ടും മുഖ്യമന്ത്രി ഒന്നും അറിഞ്ഞില്ല എന്നും എല്ലാം PR ഏജൻസിയിൽ വന്ന വീഴ്ചയാണെന്നാണ് പറയുന്നത്. ഇതെല്ലാം അടിസ്ഥാന വിരുദ്ധമാണ്. മുഖ്യമന്ത്രി രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നും സുരേന്ദ്രൻ പറയുന്നു. കൂടാതെ തലയേതാ വാലയേതാ എന്നറിയാത്ത പാർട്ടിയാണ് CPI. CPIയുടെ ഏതെങ്കിലും ആവശ്യം മുഖ്യമന്ത്രി അംഗീകരിക്കുമോ എന്നും സുരേന്ദ്രൻ ചോദിക്കുകയാണ്. രാജ്യരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. മന്ത്രിമാരുടെ ഫോൺ കോളുകൾ പോലും ചോർത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഫോൺ പോലും ചോർത്താൻ കഴിയുന്ന ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട്. അൻവറിന് പിന്തുണയുമായി ഇടതു നേതൃത്വത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ കൂടെ ഉണ്ടെന്നും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പ്രതിപക്ഷ നേതാവിനെതിരെയും സുരേന്ദ്രൻ വിമർശിച്ചു. VD സതീശനെ പോലെ ഇത്രയും കാപട്യമുള്ള നേതാവ് വേറെ ഇല്ല എന്നും പിണറായി വിജയനുമായി ഒത്തുതീർപ്പുണ്ടാക്കുന്ന നേതാവാണ് VD സതീശനെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവി മറികടക്കാൻ കേരളത്തിലെ ഭൂരിപക്ഷ വിഭാഗത്തെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ടും അൻവറിന്റെ വെളിപ്പെടുത്തൽ വരുന്നത് വരെ മൗനം പാലിച്ചത് പിന്നിലെ ഉദ്ദേശം എന്താണെന്നും അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി V. മുരളീധരനും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. കേരളം കോവിഡിനെ പിടിച്ചുകെട്ടിയെന്ന് വാർത്ത നൽകിയത് PR ഏജൻസിയാണ്. പ്രളയകാലത്തും കരുതലിന്റെ പ്രതിരൂപമായി മുഖ്യമന്ത്രി അവതരിച്ചതും ക്യാപ്റ്റനാക്കിയതും PR ഏജൻസികളാണ്. കേരളത്തിലെ CPIMന് ഹിന്ദു വിഭാഗത്തിന്റെ പിന്തുണ നഷ്ടപ്പെട്ടു എന്നതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഭൂരിപക്ഷ സമൂഹത്തെ തിരികെ കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങളാണ് CPI നടക്കുന്നത്. എന്നാൽ വെളുക്കാൻ തേച്ച് പാണ്ട എന്നും PR ഏജൻസിക്ക് പണം നൽകിയിട്ടില്ലെങ്കിൽ പകരം നൽകിയത് എന്തെന്ന് വ്യക്തമാക്കണമെന്നും മുരളീധരൻ പറയുന്നു. എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ പൊതുവെ ഉയർന്നു വരുന്നത്. കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയിൽ നിന്നും ലഭിക്കാത്ത പക്ഷം ഇനിയും ഇത്തരം വിമർശനങ്ങൾ നേരിടേണ്ടി വരും.